നമുക്കറിയാം മെയ് 1 സർവ്വരാജ്യ തൊഴിലാളികളും സംഘടിച്ചെന്നുള്ള ഒരു തൊഴിലാളി ദിനമായിരുന്നു. ആ തൊഴിലാളി ദിനത്തിന് വളരെ ഖേദകരമായ ഒരു സംഭവം നടന്നത് കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷന്റെ വെയർഹൗസുകളിൽ ജോലി ചെയ്തിരിക്കുന്ന സുരക്ഷാ ജീവനക്കാർ, കേരളത്തിലെ 23 വെയർഹൗസുകളുണ്ട്. ഈ 23 വെയർഹൗസുകളിലും കൂടെ ഒരു ഹെഡ് ഓഫീസിലും കൂടെ 125ഓളം സുരക്ഷാ ജീവനക്കാര് 30 വർഷമായി, 25 വർഷമായി, 20 വർഷമായി, 18 വർഷമായി, 15 വർഷമായി ഒക്കെ ജോലിയെടുക്കുന്ന, ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മുഴുവൻ ഈ സുരക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ ലീവ് പോലും എടുക്കാതെ ജീവിതത്തിന്റെ നല്ലൊരു സമയം കുടുംബത്തിന് പോലും വേണ്ടി ചെലവഴിക്കാൻ കഴിയാതെ ഹോമിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെങ്ങനെ? വളരെ തുച്ഛമായ വേതനത്തില്. അതായത് അവര് ജോലി ചെയ്തിരുന്നത് 8 മണിക്കൂർ ജോലിയാണ്. രാവിലെ 8 മണി മുതൽ 5 മണി വരെ ജോലി എടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത ഡേ ആൻഡ് നൈറ്റ് ഒരുമിച്ച് ചെയ്തിട്ട് പോകുന്നവരുണ്ട്, അല്ലെ 24 മണിക്കൂർ ഒരുമിച്ച് ജോലി ചെയ്തവരുണ്ട്. പക്ഷെ അവർക്ക് ആകെ ഒരു മാസമുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് 960 മണിക്കൂറാണ് ഒരു മാസം കിട്ടുന്ന ജോലി. ആ 960 മണിക്കൂർ അവർ ജോലി ചെയ്യുന്ന സമയത്ത് 26,083 രൂപ 20 പൈസയാണ് അവർക്ക് കിട്ടുന്നത്. അത് ഒരാൾക്കല്ല കിട്ടുന്നത്. ഈ ജോലി 3 പേരാണ് ചെയ്യുന്നതെങ്കിൽ അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ചിലപ്പോഴേ അവർക്ക് കിട്ടുന്നത് 8,694 രൂപയാണ് കിട്ടുന്നത്. ചില സ്ഥലങ്ങളിൽ 4 പേര് ജോലി ചെയ്യുന്നവരുണ്ട്, ചില സ്ഥലങ്ങളിൽ 5 പേര് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു മാസത്തിൽ 6,000 രൂപ 5,000 രൂപ തുച്ഛമായ വേതനത്തിന് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കോൺട്രാക്ട് വ്യവസ്ഥയിലൂടെ ആണെങ്കിൽ പോലും ഇത്രയും വർഷം, നീണ്ട വർഷം ജോലി ചെയ്തിരുന്നവര് മെയ് 1-ാം തീയതി അവർക്കൊരു അറിയിപ്പ് കിട്ടുന്നു, നാളെ മുതൽ നിങ്ങളിവിടെ ജോലി ചെയ്യേണ്ടതില്ല. അതേസമയം അവർക്ക് ഈ തുച്ഛമായ വേതനത്തിൽ മാറ്റം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഏജൻസികൾ തന്നെ ഇതിലെ പങ്കെടുത്ത സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നമ്മൾ തുച്ഛമായ വേതനത്തിലാണ് ഈ ജോലി ചെയ്യുന്നത്, നമുക്ക് ഇരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല, ഒന്ന് കിടക്കാനോ പ്രാഥമിക സൗകര്യത്തിനോ ഉള്ള സൗകര്യങ്ങളില്ല. അവിടെ പൂർണ്ണമായും അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അങ്ങനെ തൊഴിലിടങ്ങളിൽ കിട്ടേണ്ട ആവശ്യമായ സൗകര്യങ്ങൾ പോലും കിട്ടാതെ പണിയെടുത്ത, ഇത്രയും ദീർഘകാലം പണിയെടുത്ത ആ സുരക്ഷാ ജീവനക്കാരോട് മെയ് ദിനത്തിന് തന്നെ അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിന്റെ അന്ന് തന്നെ നിങ്ങൾക്ക് ഇന്നു മുതൽ തൊഴിലില്ല എന്നൊരു പ്രഖ്യാപനം ഈ കേരള സംസ്ഥാനത്തിലുണ്ടായി. സത്യത്തിൽ ആ ഒരു തീരുമാനവും 125ഓളം കുടുംബങ്ങൾ അതിന്റെ പേരിൽ വേദനിച്ചവരുണ്ട്. ഹൃദയാഘാതം വരാതിരുന്നത് മഹാഭാഗ്യം. ഇതിൽ ചിലർ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചവരുണ്ട്. ആ കുടുംബങ്ങളില് വീടില്ലാത്ത ആൾക്കാരുണ്ട്. ഇതിനകത്ത് അച്ഛനും അമ്മയ്ക്കും, വൃദ്ധരായ അച്ഛനും അമ്മയ്ക്കും ഏക ആശ്രയമായ മക്കളുണ്ട്. ഇതിനകത്ത് ജോലി ചെയ്യുന്നവര്, ഭാര്യയ്ക്ക് സുഖമില്ല, അങ്ങനെ കുട്ടികൾക്ക് സുഖമില്ലാത്തവര്, ഈ തുച്ഛമായ വേതനത്തിൽ പണിയെടുത്തിരുന്ന 125 ജീവനക്കാരെ മെയ് ദിനത്തിന്റെ അന്ന് തന്നെ പറയുകയാണ്, നിങ്ങൾ നാളെ മുതൽ ജോലി ചെയ്യാൻ വരേണ്ടതില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മിനിമം വേജസ് എങ്കിലും വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയിട്ടുള്ളതനുസരിച്ചിട്ട് ഈ പറയുന്ന രൂപയില് അവർക്ക് 27 രൂപ 17 പൈസയാണ് ഒരു മണിക്കൂറിന് കിട്ടുന്നതെങ്കിൽ അത് 67 രൂപയായി ഉയർത്തിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായി. ആ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 2017 മുതൽ ഇവർക്ക് ആ മുൻകാല പ്രാബല്യം അനുസരിച്ചിട്ട് 67.70 രൂപ വരുന്ന തരത്തിൽ മണിക്കൂറിനുള്ള ശമ്പളം നൽകണമെന്ന് കോടതി വിധിയുണ്ടായി. അത് കോൺട്രാക്ട് മുഖേന അവർക്ക് കൊടുക്കണമെന്നുള്ള വിധിയുണ്ടായി. ഇത്രയും കാലം അവർ ഇത്രയും സഹിച്ച് പാടുപെട്ട് പ്രയാസപ്പെട്ട് വീട്ടിൽ പോലും പോകാതെ ഉറങ്ങാതെ കൊതുകടി കൊണ്ട് വെയർ ഹൗസിന്റെ തിണ്ണയിലും അവിടെ എവിടെയും കിടക്കാൻ അല്ലെങ്കിൽ സൗകര്യമില്ല അവർക്ക്. ഇത്രയും കാലം പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഈ തുക അനുസരിച്ച് ഇവരെ എല്ലാം ഒന്ന് നിജപ്പെടുത്തി കിട്ടും. നമ്മൾക്കറിയാം, ഈ അടുത്ത സമയത്ത് പോലെ 2000
താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇലക്ഷന് മുമ്പ് പത്ര വാർത്തകൾ നമ്മളൊക്കെ കണ്ടതാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്ഥിരപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ തുച്ഛമായ വേതനത്തിൽ ഈ പാവങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ പണിയെടുത്ത് പോയിരുന്നത്. ഇപ്പൊ ഇത്രയും രൂപ വർദ്ധിപ്പിച്ചു വന്ന സമയത്ത് ആ വർധനവിന്റെ ആനുകൂല്യം അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താവാകാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള സാഹചര്യം ഒന്ന് ആലോചിച്ചു. എത്ര ദയനീയമാണ്. തുച്ഛമായ വേതനത്തിൽ മാത്രം പണിയെടുത്ത് ഇത്ര കാലം മൊത്തം പണിയെടുപ്പിച്ച് ചൂഷണം. തൊഴിലാളി വർഗം അവരും തൊഴിലാളി വർഗത്തിൽ പെടുന്നതല്ലേ? ആ തൊഴിലാളികൾക്ക് നേരെയുള്ള ചൂഷണമാണ് ഈ നടന്നത്. അവർക്ക് കിട്ടേണ്ട ഗുണം കിട്ടേണ്ട സമയമായപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ട് നാളെ ഒരു പുതിയ വിഭാഗത്തെ കൊണ്ടുവരികയും അവർക്ക് ഈ ഗുണം മുഴുവൻ അവരെ പോരാട്ടം നടത്തി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ച് പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ ഭരണകർത്താക്കളോടാണ് നമുക്കിത് പറയാനുള്ളത്. ഇവിടെ നടക്കുന്ന ചൂഷണം ഇതാണ്. തൊഴിലാളികൾക്ക് നേരെ നടക്കുന്ന ചൂഷണത്തിനെതിരെയുള്ള സമരവും പോരാട്ടങ്ങളും നടത്തിയ പ്രസ്ഥാനത്തിന്റെ ഭരണകർത്താക്കളാണ്. അവരിത് ചെയ്യാൻ പാടില്ല, അവരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. അത് മെയ് ദിനത്തിൽ തന്നെ നിങ്ങൾ ഇത് നടത്തണം. എത്ര ദയനീയമാണ് ഈ ചെയ്തിരിക്കുന്നത്. അവർ പാടുപെട്ട് പണിയെടുത്തത് മുഴുവൻ, ആത്മാർത്ഥമായി പണിയെടുത്തത് മുഴുവൻ യഥാർത്ഥത്തില് നാളെ ഒരു സമയത്ത് അവരൊന്ന് സ്ഥിരപ്പെടുത്തി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകും. കോടതിയിലൂടെ നേടിയെടുത്ത ആ ആനുകൂല്യം, വേതന വർധനവ്, മിനിമം വേജസ്, അതെങ്കിലും അവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതത് കിട്ടിയില്ല. പിരിച്ചുവിടുന്ന സമയത്ത് പോലും ആ മാസത്തെ ശമ്പളം കൊടുക്കുവാനുള്ള മാന്യത ഈ ബിവറേജ് കോർപ്പറേഷൻ കാണിച്ചിട്ടില്ല. ഒരാളിനെ പിരിച്ചുവിടുന്ന സമയത്ത് അതുവരെയുള്ള എല്ലാ കാര്യം, ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും അതുവരെയുള്ള എല്ലാ ബാധ്യതകളും തീർത്തിട്ട് നാളെ ഇറങ്ങിപ്പോന്ന് പറയും. ഇത് മുൻകൂട്ടി യാതൊരു അറിയിപ്പും കൊടുത്തിട്ടില്ല. ഏതൊരു സ്ഥാപനവും നാളെ മുതൽ ജോലി ചെയ്യാൻ വരേണ്ടതുണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് അറിയിപ്പ് കൊടുക്കും. ഇവിടെ ബിവറേജ് കോർപ്പറേഷൻ തന്നെ കഴിഞ്ഞ വർഷം ഏകദേശം 12,000-ലധികം ഷോപ്പ് സെക്യൂരിറ്റി ജീവനക്കാരെ ഒരു മാസം മുമ്പ് അറിയിപ്പ് കൊടുത്തിട്ട് അവർക്കൊക്കെ നിസ്സാര ശമ്പളമല്ല, നല്ല ശമ്പളം കിട്ടിയവരാണ്, പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ബാധകമായില്ല. അത്രയും ദയനീയമായ ഒരു സംഭവം ഈ കേരളത്തിൽ മെയ് 1 നടന്നു. അത് ജനങ്ങൾ അറിയണം, നിങ്ങൾ ജനങ്ങളെ അറിയിക്കണം. നമുക്ക് നിങ്ങളിലൂടെ മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത്രയും ഒരു പ്രയാസപ്പെട്ടൊരു സാഹചര്യം ആലോചിക്കണം. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള 23 വെയർ ഹൗസുകളിൽ ജോലി ചെയ്യുന്ന 125ഓളം ചെറുപ്പക്കാരും മധ്യവയസ്കരുമുണ്ട്. 30 വർഷമായി ജോലി ചെയ്യുന്നവരുണ്ട് ഇതിനകത്ത്. 18 വർഷമായവരുണ്ട്. ഇവിടെ തന്നെ 18 വർഷമായ അതിൽ കൂടുതലുള്ളവരുണ്ട്. ഇത് ഗവൺമെന്റ് അല്ലെങ്കിൽ ബിവറേജ് കോർപ്പറേഷൻ കോൺട്രാക്ടേഴ്സുമായിട്ട് ചേർന്നുകൊണ്ട് ഒത്തുകളിച്ചുകൊണ്ട് അവരോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചൂഷണമാണിത്. നമ്മൾ സാധാരണ ഒരു കാലഘട്ടത്തില് തൊഴിലാളികളുടെ അവരുടെ തൊഴിൽ മേഖല, അവരുടെ അധ്വാനത്തെ മുതലെടുക്കുന്നതിന്, അതിനെ ചൂഷണം ചെയ്യുന്നതിനെതിരെ പടപൊരുതി വന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ഇരിക്കുന്നത്.